നമസ്കാരം ഗൈസ്. ഇവരെന്താ ഈ കാട്ടിലിങ്ങനെ അലങ്ങിയിരിങ്ങി നടക്കണേന്നാണോ? വേറെ ഒന്നല്ല കേട്ടോ. ഞങ്ങളിന്ന് മൈലാഞ്ചി പറിക്കാൻ പോയേക്കായിരുന്നു. കർക്കിടക മാസമൊക്കെ അല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ച്? എന്താണെന്നല്ലേ, അതായത് കർക്കിടക മാസത്തിലെ ആദ്യത്തെ 7 ദിവസങ്ങളിൽ വരുന്ന വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ഇങ്ങനെ ഈ മൈലാഞ്ചി പറിച്ച് അരച്ച് അത് കയ്യിൽ ഇടണം എന്നാണ് കേട്ടോ. അതൊരു ചടങ്ങാണ്. എല്ലായിടത്തും ഉണ്ടോയെന്ന് അറിയില്ല. ഞാൻ എനിക്കറിവ് വെച്ചത് മുതൽ ഞാനത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അത് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് പറ്റുന്ന വർഷങ്ങളെല്ലാം ഓൾമോസ്റ്റ് എല്ലാ വർഷങ്ങളും തന്നെ ഞാൻ ഫോളോ ചെയ്യുന്നു. അപ്പോൾ ഈ വർഷം അങ്ങനെ തന്നെ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇതൊക്കെ എൻ്റെ കസിൻസാണ്. കീർത്തന, ഉണ്ണിമോള്, അല്ലു, മാളു, അമ്മു, പിന്നെ എൻ്റെ അനിയത്തി അശ്വതി ഉണ്ട്, പിന്നെ എൻ്റെ മക്കൾ ചുച്ചുമോള്, പിന്നെ കുഞ്ഞൻ ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ആയിട്ടോ ഇന്ന്. അപ്പോൾ എല്ലാവരും കൂടി മൈലാഞ്ചി പറിച്ച് ഇതാണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇല സെപ്പറേറ്റ് ചെയ്യാണ്. എൻ്റെ തണ്ടിൽ നിന്ന് ഇല ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കളക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം വേണം അരയ്ക്കാനായിട്ട്. അപ്പോൾ അരയ്ക്കാനായിട്ട് അത് മൈലാഞ്ചി സാധാരണ മറ്റേ കെമിക്കലുള്ള മെഹന്തികളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെഹന്തി, അതൊക്കെ നന്നായിട്ട് ചുവന്ന് വന്ന ഇതാണല്ലോ, കെമിക്കൽ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതങ്ങനെ അത്ര ചുമക്കില്ല. അപ്പോൾ ചോക്കാൻ വേണ്ടിയിട്ട് റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് പല പല സൂത്രങ്ങളും ചെയ്യും കേട്ടോ. അതിലൊന്നാണ് ഈ മഞ്ഞൾ, പച്ചമഞ്ഞളൊക്കെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തൊക്കെ അരച്ചിടാം. പിന്നെ ചായപ്പൊടി ഉണ്ടല്ലോ, തേയില, അതിടാറുണ്ട്. അപ്പോൾ ഇന്ന് പച്ചമഞ്ഞൾ ഞങ്ങൾക്ക് ഇവിടെ അവൈലബിൾ അല്ല, അതുകൊണ്ട് ഞങ്ങൾ ചായപ്പൊടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങളിതേ ഇലയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ഒരുപാടുണ്ട് കേട്ടോ. ആക്ച്വലി ഇത്രയൊന്നും വേണ്ട. അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് ഇലയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ഞങ്ങൾ കളക്ട് ചെയ്ത് ഒരു കൊട്ടയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും, അപ്പോൾ ഞാൻ ഇത് അരയ്ക്കാൻ പോവാണ്. ഞാൻ അമ്മിയിൽ വേണം അരയ്ക്കാനായിട്ട്. അപ്പോൾ അത്രയും നേരം അവർ റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ച് അവർക്കൊരു മോട്ടിവേഷൻ നല്ലൊരു കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തോടെ ഇരുത്തിയേക്കാണ്. അപ്പോൾ ഞാൻ പോയത് അരച്ചിട്ട് വരാം. അമ്മിയിൽ അരയ്ക്കണം. അപ്പോൾ അരച്ചിട്ട് അതാണ്ട് ഞാൻ മൈലാഞ്ചിയൊക്കെ ഇച്ചിരി തേയിലയൊക്കെ ഇട്ട്, വേണമെങ്കിൽ കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിക്കാം കേട്ടോ. നാരങ്ങ നീര് ഒഴിച്ചാലും അതിൻ്റെ സ്റ്റെയിൻ പെട്ടെന്ന് പിടിക്കും അതിന്. അപ്പോൾ അരച്ച് വന്ന് ആദ്യം തന്നെ ഇടുന്നത് ചുച്ചുമോളാട്ടോ. ചുച്ചുമോൾക്ക് ഇതിപ്പോൾ 3.5-4 വയസ്സാകുമ്പോൾ, പക്ഷേ അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ മൈലാഞ്ചി ഈ കർക്കിടക മാസത്തിലെ ഈ ചടങ്ങ് അവൾ ചെയ്യുന്നത്. അശ്വതിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് മാളു ഇടാൻ തുടങ്ങി. എല്ലാവരും തന്നെ ഇട്ടു കേട്ടോ. എല്ലാവരും തന്നെ ഇടുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണത്. എല്ലാവരും തന്നെ ഇത് ഫോളോ ചെയ്യുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ തിരക്കിലാട്ടോ. ചുച്ചുമോക്കപ്പോൾ 2 കയ്യിലും ഇടണം. ചിറ്റയാണ് ചെയ്ത് കൊടുക്കുന്നത്. ചിറ്റമോളാണ് കേട്ടോ ചുച്ചുമോള്. അപ്പോൾ ചിറ്റതേ ആദ്യത്തെ കയ്യിലിട്ട് ഒഴിഞ്ഞ്, അതിന് രണ്ടാമത്തെ കയ്യിൽ അത് ഇങ്ങനെ നമ്മൾ മെഹന്തി ഇടുന്നത് പോലെ അങ്ങനെ ഒരുപാട് ഡിസൈനൊക്കെ ചെയ്ത് ഈ മൈലാഞ്ചി അങ്ങനെ ഇടില്ല. അതായത് ഇങ്ങനെ ഒരു ജസ്റ്റ് ഉള്ളം കയ്യിൽ ഒരു വട്ടം, പിന്നെ അതായത് ഇപ്പം മാളിടുന്ന പോലെ എല്ലാ വിരലുകളും തന്നെ ഇങ്ങനെ കവർ ചെയ്യും. ഇങ്ങനെ ഇത്രയും ഭാഗം വീതം കവർ ചെയ്യും. ഇതാണ് ശരിക്കും അതിൻ്റെ ചടങ്ങനുസരിച്ചുള്ള ഒരു മൈലാഞ്ചി ഇടൽ. അതിൽ ചുച്ചുമോളുടെ കഴിഞ്ഞു, 2 കയ്യിലും ഇട്ട് കഴിഞ്ഞു. ചിറ്റയാണ് ഇട്ട് കൊടുത്തത്. ചുച്ചുമോൾ ഹാപ്പിയായി. രണ്ട് കയ്യിലും കഴിഞ്ഞു. അതുകൊണ്ട് കാണിച്ചു തരുന്നുണ്ടോ, അവൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ മൈലാഞ്ചി ഇടുന്നത്. അവൾ ഇനി അശ്വതി ഇതേ അടുത്താക്കിട്ട് കൊടുക്കണം. അമ്മോന് ഇട്ട് കൊടുക്കുന്നു. കുഞ്ഞൻ്റെ വന്ന് നോക്കിക്കോട്ടെ. അപ്പോൾ കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ കുഞ്ഞ ഇട്ട് തരട്ടെ എന്ന് വെച്ചപ്പോൾ കുഞ്ഞൻ പറയണം, ഞാൻ വേറെ ചെറുക്കനല്ലേ, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറയാണ്. അവനെ കളിയാക്കുന്നല്ലോ അവർ, അതുകൊണ്ട് അവനെ ഇട്ടില്ല കേട്ടോ. ഇതപ്പോൾ ഇതേ മാളു ഇടുന്നുണ്ട്. ചുമക്കോ എത്രത്തോളം ചുമക്കുന്നൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ തേയിലയൊക്കെ വെച്ച് അരച്ചിട്ടുണ്ട്. ഇത് കല്ലിൽ തന്നെ അരയ്ക്കണം കേട്ടോ. മിക്സിയിൽ അരച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു ട്രഡീഷണൽ രീതി എന്നുള്ള ഇതിൽ അമ്മിക്കല്ലിൽ തന്നെ വെച്ച് അരച്ചു എന്നുള്ളൂ. അപ്പോൾ അത് അടുത്തത് അമ്മു ഇടുന്നുണ്ട്. ഇതേ മാളു അതിന് വട്ടം ഇട്ടതിന് ശേഷം ഒരു ഭംഗിക്ക് ഒരു അലങ്കാരപ്പണികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് ചുറ്റും ഇങ്ങനെ കുത്തുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ പോലും നമ്മൾ മറ്റേ മെഹന്തി ഇടുന്ന ഡിസൈൻസ് ഒന്നും ഇടില്ല. ഇത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡിസൈനാണല്ലോ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ. അതായത് ഈ ക്ലാസിക്കൽ ഡാൻസിനൊക്കെ നമ്മൾ ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അങ്ങനെയാണ്
ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ക്ലാസിക്കൽ ഡാൻസേഴ്സാണ്. അശ്വതി, മാളു, അമ്മു, അല്ലു ഇവരെല്ലാവരും തന്നെ ക്ലാസിക്കൽ ഡാൻസേഴ്സാണ്. അപ്പോൾ ഇവരതേ അമ്മു ഇട്ടതാണ് കേട്ടോ. അമ്മുവിൻ്റെ ചുറ്റുമുള്ള അലങ്കാരപ്പണികളൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇത് എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും മൈലാഞ്ചി ഇടാറുണ്ടോ ഒരു കമൻറ്റ് ചെയ്യുക. അതാ എല്ലാവരും കൂടെ ലാസ്റ്റ് കയ്യിലെല്ലാവരും മൈലാഞ്ചി ഇട്ട് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നാളെ കാണാം.